സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ലാസ്റ്റ് 50 ഡേയ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു മക്കളെ നിങ്ങളുടെ പ്രിപ്പറേഷൻ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ 2 എക്സാമുകളാണ് നടക്കേണ്ടത് അല്ലെ? 2 എക്സാമുകളാണ് നടക്കേണ്ടത്. സെക്രട്ടറി അസിസ്റ്റന്റ് സിലബസ് പ്രകാരം പേപ്പർ 1 ഉണ്ട്, അതേപോലെ തന്നെ പേപ്പർ 2 ഉണ്ട് അല്ലെ? പേപ്പർ 1നും 100 മാർക്കിന്റെ ഒരു എക്സാമിനേഷൻ ഉണ്ട്, പേപ്പർ 2വിനും 100 മാർക്കിന്റെ ഒരു എക്സാമിനേഷൻ ഉണ്ട്. ഇത് രണ്ടും ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഇവിടെ ഏത് പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതേപോലെ തന്നെ ഇവിടെ ഏത് ടോപ്പിക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം 2 പേപ്പറുകളിലായിട്ട് എത്രയോ ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലെ? ഇഷ്ടം പോലെ ടോപ്പിക്കുകൾ, ഏതാണ്ട് 10-25-ലധികം സബ്ജക്റ്റുകൾ തന്നെ ഇതിൽ കാണും. അപ്പൊ അത്രയും ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എവിടെ കാല് വെച്ചാൽ ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. മക്കളെ 50 ദിവസങ്ങളാണ്, ലാസ്റ്റ് 50 ദിവസങ്ങളാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും മക്കളെ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. അവിടെ നിന്ന് കൂടുതൽ മാർക്കുകൾക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം, കുറച്ചുകൂടി കാര്യമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഒരു 50 ടോപ്പിക്കുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് റെഡിയാണ് എങ്കിൽ, ആ ഒരു ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് റെഡിയാണെങ്കിൽ ഈ 50 ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറുകളെ അനലൈസ് ചെയ്ത് വെച്ച് ഇതിനു മുമ്പ് വന്നിട്ടുള്ള PYQ, ഇപ്പൊ പേപ്പർ 2വിന് ഇതിനു മുമ്പ് PYQ ഇല്ല, പക്ഷേ പേപ്പർ 1ന്റെ PYQസും പേപ്പർ 2വിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള ഭാഗങ്ങളിൽ നിന്ന് ടോപ്പിക്കൽ പിക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം എവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുക. ഇത് പേപ്പർ 1 ആണ്. ഓക്കെ, പേപ്പർ 1ന്റെ സിലബസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഏതാണ്ട് 12ഓളം ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അതായത് 12ഓളം സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അവിടെ എല്ലാ ടോപ്പിക്കുകൾക്കും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും നല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ കൂടുതൽ കുട്ടികളും പേപ്പർ 2വിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ പേപ്പർ 2 എന്ന് പറയുന്നത് കൂടുതലും പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. അവിടെ നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം, പേപ്പർ 1 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറെ ഭാഗങ്ങളുണ്ട്, ഇത് മറന്നു അല്ലെ? പേപ്പർ 2വിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പേപ്പർ 1ന് ഇമ്പോർട്ടൻസ് കുറയുകയും സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇവിടെ മറന്നു പോവുകയും ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ലേ? അപ്പം ഇവിടെ നിന്ന് ഒരു പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയാൽ റാങ്ക് നിർണ്ണയിക്കാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ടും പേപ്പർ 1 ആണെന്ന് പറയേണ്ടി വരും. കാരണം അവിടെയാണ് കൂടുതൽ ആളുകൾക്ക് അറിവുള്ളത്, മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പേപ്പർ 2ന്റെ പുറകെ പോകും, അവ പേപ്പർ 1 സ്കിപ്പ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രണ്ടും ബാലൻസ്ഡ് ആക്കി ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ ഐഡന്റിഫൈ ചെയ്ത് ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കുന്നതിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിക്കണം, സിലബസിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. പക്ഷേ അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മാർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് 7 മാർക്ക് വരുന്നുണ്ട്, ജോഗ്രഫി 7 മാർക്കാണ്, എക്കണോമിക്സ് 7 മാർക്കാണ്. ഈ ടോപ്പിക്കുകളൊക്കെ 5 മാർക്കിനാണ് പ്രിലിംസിന് വന്നത് അല്ലെ? 5 ഹിസ്റ്ററി ആണെങ്കിൽ 10 മാർക്ക് വന്നു, ബാക്കി 2 ടോപ്പിക്കും 5 മാർക്കിനാണ് വന്നത്. ദെൻ ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത് 7 മാർക്ക്, ഫിസിക്സ് 7 മാർക്ക്, കെമിസ്ട്രി 7 മാർക്ക്. ഇവിടെ മൊത്തത്തിൽ 21 മാർക്കാണ്. പക്ഷെ ഈ ഒരു ടോപ്പിക്ക് സിലബസിൽ പ്രിലിമിനറി സിലബസിൽ ഉണ്ടായിരുന്നില്ല. ദെൻ ഇവിടെ ഇപ്പൊ ഒരു പുതുമയുള്ള സബ്ജക്റ്റുകൾ 3 സബ്ജക്റ്റുകൾ കയറി വരുന്നുണ്ട്. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ഇതിന് 3നും കൂടി അല്ലെങ്കിൽ ഈ 2 ഭാഗങ്ങൾക്കും കൂടി 11 മാർക്ക് ഉണ്ട്. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 6 മാർക്കാണ്. ദെൻ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 41 മാർക്കിന്റെ പ്രപ്പോർഷൻ ആണ്. സാധാരണ ഒരു മെയിൻസ് എക്സാമിന് 30 മാർക്ക് ആണെങ്കിൽ ഇവിടെ 41 മാർക്കിന്റെ പ്രപ്പോർഷൻ ഉണ്ട്. അപ്പൊ ഞാനിവിടെ തൽക്കാലം ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തെ കുറിച്ച് പറയുന്നില്ല. കാരണം എന്താ, ഇതെല്ലാവരും ബേസ് തൊട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാനായിട്ട് പറ്റും. ഒരു 35 മാർക്കൊക്കെ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഈ ഒരു ഭാഗത്തെ കുറിച്ച് കൃത്യമായി പറയുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്ന ഈ 9 സബ്ജക്റ്റുകളെ കുറിച്ചിട്ടാണ്. ഇതും അതേപോലെ തന്നെ പേപ്പർ 2. നമുക്ക് ആദ്യം പേപ്പർ 1 ഒന്ന് ജസ്റ്റ് നോക്കി വരാം. ഇവിടെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് ടോപ്പിക്സ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് ഇതാണ്, കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള ട്രാവൻകൂർ ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ ട്രാവൻകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അത് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. കാരണം
ഈ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷകൾ, അത് പ്രിലിമിനറി എന്നോ മെയിൻസ് എന്നോ വ്യത്യാസമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരാറുണ്ട്. ഇവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നമുക്കറിയാം കേരള ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ബുക്കുണ്ട് അല്ലെ, നിങ്ങളിത് പഠിക്കാറുള്ളതാണ്, നിങ്ങൾക്ക് കേട്ടുകേഴ്വി ഉള്ളതാണ്. ആ ഒരു ബുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് കുറെ അധികം മാർക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് സംശയമില്ല. ദെൻ അടുത്ത രണ്ടാമത്തെ ഭാഗം അല്ലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്. ഇതും കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതും അതേ ബുക്ക് തന്നെ, ശ്രീധര മേനോന്റെ ബുക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ബുക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അലിജാസ് സാറൊക്കെയാണ് ഇവിടെ കേരള ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ കാണുന്നതാണ്. അവിടെ ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ടോപ്പിക്കാണ് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്. ഇവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ഇന്ത്യയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്വതന്ത്ര സമരവുമായിട്ട് ബന്ധപ്പെട്ടും INC-യുമായി ബന്ധപ്പെട്ടും ഒക്കെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവിടെ നിന്ന് ചോദ്യങ്ങൾ നിരന്തരമായിട്ട് വരാറുണ്ട്. ആ പോയിന്റ് നിങ്ങൾ പഠിക്കുക. കേരള ഹിസ്റ്ററി മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ ഈ 3 ടോപ്പിക്കുകൾക്ക് സാധാരണ പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ദെൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്നാലോ, ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷകൾക്ക് വരുന്ന ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട, ആദ്യം പഠിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ അതിനുശേഷം ഇന്ത്യയുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റ് അല്ലെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ പല മത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പല സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്വാമി വിവേകാനന്ദനാണെങ്കിലും നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണെങ്കിലും അതേപോലെ കുറെ അധികം ആളുകളുടെ പരിശ്രമങ്ങൾ രാജ്യത്തെ അനിശ്ചിതത്വങ്ങൾ മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ജാതി മത വിദ്വേഷങ്ങൾ എടുത്ത് കളയാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അക്കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നവോത്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, ഒരു കാരണവശാലും നിങ്ങൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് കളയരുത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടുന്ന് INC-യെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കണം. മഹാത്മാഗാന്ധിയുടെ വിവിധ പ്രക്ഷോഭങ്ങൾ, സമരമുറകൾ, ദെൻ അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 1947 ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞ് നമ്മൾ നേരെ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വന്നാൽ അവിടെ നിങ്ങളൊരു പ്രത്യേകതയുള്ളത്, ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ റവല്യൂഷൻ, ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ തൊട്ട് ചൈനീസ് റവല്യൂഷൻ വരെയുള്ള ഭാഗങ്ങൾ, ഇവിടെ നിന്ന് തുല്യ പ്രാധാന്യം പലപ്പോഴും പരീക്ഷകൾക്ക് വരാറുണ്ട്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇംഗ്ലണ്ടിലെ റവല്യൂഷനും അമേരിക്കൻ റവല്യൂഷനും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ദെൻ ഈ 3 ടോപ്പിക്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ ടോപ്പിക്കുകൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത്രയും ഭാഗങ്ങൾ, ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച്, റഷ്യ, ചൈനീസ്, ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം ഇവിടെ നിന്ന് മാറി 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 ചോദിക്കും ഏതെങ്കിലും ഒരു ഭാഗം. അതിൽ ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ മിക്കവാറും ടോപ്പിക്കുകൾ കാണാറുണ്ട്. ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ മാറി മാറി ചോദ്യങ്ങളായിട്ട് വരാറുമുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ജോഗ്രഫിയിലേക്ക് വന്നാലോ, സ്ട്രക്ചർ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയർ, ഇതൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്, ഇഷ്ടംപോലെ അവിടെ വരുന്ന ടോപ്പിക്കുകളാണ്, നിങ്ങൾക്ക് പറയാണ്ട് തന്നെ അറിയാവുന്നതാണ്. ദെൻ പ്രഷർ ബെൽറ്റ് ഓഫ് വിൻഡ്, അതിൽ തന്നെ വിൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുള്ള ഭാഗമാണ് വിൻഡ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ടോപ്പോഗ്രഫിക് മാപ്പ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, GIS, ഇതൊക്കെ എന്താണ് ചോദ്യമായിട്ട് വരാറുണ്ട്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് +1 +2 പോലെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് NCERT ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്താൽ തന്നെ ഒരു അത്യാവശ്യം ധാരണ അവിടെ നിന്ന് കിട്ടും. ദെൻ ഇന്ത്യൻ ഫിസിയോഗ്രഫി മറ്റൊരു ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും കോസ്റ്റൽ പ്ലെയിന്, ദെൻ അതേപോലെ തന്നെ നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം, നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്ലേറ്റ്യൂസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഭാഗങ്ങളാണ് ഈ ഫിസിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു ഭാഗം, ഒന്നുകിൽ കോസ്റ്റൽ പ്ലെയിൻ, അല്ലെങ്കിൽ പ്ലേറ്റ്യൂസ്, ഹിമാലയാസ്, അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ്, പ്ലേറ്റ്യൂസ്, ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ തവണ എന്ത് ചെയ്യാറുണ്ട്, ഡെക്കാൻ പ്ലേറ്റ്യൂ, ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്, മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു അവയർനെസ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇന്ത്യൻ റിവേഴ്സ് ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ഗംഗ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ദെൻ അതേപോലെ ബ്രഹ്മപുത്ര സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, സിന്ധു സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, യമുന സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ഈ ടോപ്പിക്കുകളൊന്നും നിങ്ങൾക്ക്, ഈ ഗംഗയുടെ പോഷകനദികൾ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ബ്രഹ്മപുത്രയുടെ പോഷകനദികൾ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ഉത്ഭവ സ്ഥാനങ്ങൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഇതൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങളെ പറ്റി നിങ്ങൾക്ക് ഒരു നല്ല ധാരണ വേണം. റിവേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതേപോലെ തന്നെയാണ് കേരളത്തിന്റെ ഫിസിയോഗ്രഫി, കേരളത്തിന്റെ റിവേഴ്സ്, അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം പോലെയുള്ള ഭാഗങ്ങൾ,
പിന്നെ അതേപോലെ തന്നെ കേരളത്തിന്റെ റിവേഴ്സ് അല്ലെ 44 നദികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മപുത്ര, പെരിയാർ, ചാലിയാർ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പമ്പ പോലുള്ള നദികളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ജോഗ്രഫി മൊത്തത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ PYQ ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിക്കണം. ആദ്യ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി നിങ്ങൾ അവിടെ കൊടുക്കണം. ദെൻ എക്കണോമിക്സിലേക്ക് വന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ തവണ അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ എക്സാമുകൾക്കും PSC പരീക്ഷകൾക്കും ഒക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് 5 ഇയർ പ്ലാൻ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു 10 പരീക്ഷകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരീക്ഷ പോലും 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഭാഗം ഇല്ലാത്ത ഒരു പരീക്ഷ പോലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 5 ഇയർ പ്ലാൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതായത് 1 തൊട്ട് 12 വരെയുള്ള 5 ഇയർ പ്ലാൻ നിങ്ങൾ പഠിക്കണം. അതിനോടൊപ്പം തന്നെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് എന്ന് പറയുന്ന ഭാഗം, അതിൽ നീതി ആയോഗ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. വെബ്സൈറ്റിലൊക്കെ അതിന്റെ കുറെ കാര്യങ്ങൾ, അതായത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെബ്സൈറ്റിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നേരിട്ട് അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള സന്ദർഭങ്ങളുമുണ്ട്. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ, അതേപോലെ തന്നെ നീതി ആയോഗ്, ന്യൂ എക്കണോമിക് പോളിസി, GST, ഈ ടോപ്പിക്കുകൾ, ഈ 4 ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ടോപ്പിക്കുകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് പഠിക്കാം. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് പഠിക്കാനായിട്ട് പറ്റും. ബഡ്ജറ്റ് 2025, 26 പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക് സർവേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. എക്കണോമിക് സർവേ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. എക്കണോമിക് സർവേ പഠിക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ചില കറണ്ട് അഫെയർ ടോപ്പിക്സ് വരികയാണെങ്കിൽ ആ കറണ്ട് അഫെയർ ടോപ്പിക്സോട് നോക്കിപ്പോണം. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമുക്ക് RBI എന്ന് പറയുന്ന ടോപ്പിക് എടുക്കാണ്. പക്ഷെ RBI എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് സിലബസിൽ ഇല്ല, അത് പ്രിലിമിനറി സിലബസിലാണ്. ഇപ്പൊ ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ നിന്നും മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫിസ്ക്കൽ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവൺമെന്റ് ആണ് ഫിസ്ക്കൽ പോളിസി പ്രഖ്യാപിക്കുക. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലെ. റീപ്പോ റേറ്റ് എത്രയാണ് ഇപ്പോഴത്തേത്, അല്ലെങ്കിൽ റിവേഴ്സ് റീപ്പോ റേറ്റ് ഇപ്പോഴത്തെ എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് റേറ്റ് എത്രയാണ്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, കാര്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ദെൻ ബയോളജിയിലേക്ക് എത്തിയാലോ, ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വൈറ്റമിൻസും അതിന്റെ ഡെഫിഷ്യൻസി രോഗങ്ങളും. വൈറ്റമിൻസും ഡെഫിഷ്യൻസി രോഗങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പക്കയായിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അത് പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഈ 3 ടോപ്പിക്കുകളും നിങ്ങൾ എടുത്തു നോക്കൂ. ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ 10 എക്സാമുകൾ, ബയോളജിയുള്ള 10 എക്സാമുകൾ എടുത്തു നോക്കൂ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന 3 ടോപ്പിക്കുകൾ. ദെൻ മോഷൻ അല്ലെ, ഫിസിക്സിലെ മോഷൻ, ദെൻ ISROയുടെ മിഷനുകൾ, ISROയുടെ അച്ചീവ്മെന്റുകൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ചോദ്യം വരാറുള്ളതാണ്. ദെൻ ലൈറ്റ്, അതിന്റെ കാര്യങ്ങൾ, അവിടെ ഒരു ഇക്വേഷൻ നിങ്ങൾ R=2F ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ചോദിക്കും. നേരിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചോദ്യമായിട്ട് വരും. ദെൻ വർക്ക് എനർജി പവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ കെമിസ്ട്രിയിലേക്ക് വന്നാൽ പീരിയോഡിക് ടേബിൾ റിപ്പീറ്റഡ് ആണ്. മെറ്റൽസ്, നോൺ മെറ്റൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആസിഡ്സ്, ബേസസ്, pH വാല്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ വരാറുള്ള ഇത് ഇന്ന pH വാല്യൂ എത്രയാണെന്ന് ചോദിക്കാറുള്ളതാണ്. ദെൻ ആൽക്കലോയിഡ്സ് ചോദിക്കാറുണ്ട്. ദെൻ റൈറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെൻ നെയിംസ്, നിക് നെയിംസ് പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, റൈറ്റേഴ്സിന്റെ പെൻ നെയിംസ്, നിക് നെയിംസ് ചോദ്യമായിട്ട് വരാറുള്ളതാണ്. ദെൻ ഇനി ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ഇവിടെ CA വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് CA ചോദിക്കാറുണ്ട് അല്ലെ. CA കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ കറണ്ട് അഫെയർ എങ്ങനെയാ വരിക, അവാർഡ്സ്, ഇമ്പോർട്ടന്റ് അവാർഡ്സ് ഏതൊക്കെയാണ്, പേഴ്സണാലിറ്റീസ് ഏതൊക്കെയാണ്, ഇവിടുത്തെ ഏതെങ്കിലും മരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ നിന്ന് കറണ്ട് അഫെയർ നിങ്ങൾ പഠിച്ചു വെക്കണം. നേരിട്ട് സിലബസിൽ കറണ്ട് അഫെയർ എങ്ങും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് കറണ്ട് അഫെയർ ചോദിക്കാൻ സാധ്യതയുണ്ട്. മലയാള സിനിമ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് പ്ലേയേഴ്സ് വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ ഒളിമ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇന്റർനെറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ പറഞ്ഞത്, അതായത് 41 മാർക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒഴിച്ചു നിർത്തിയാൽ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 41 മാർക്ക് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി വരുന്ന 59 മാർക്കിലെ ഏതാണ്ട് 36ഓളം ടോപ്പിക്കുകളാണ്. ഓക്കെ, ഈ ടോപ്പിക്കുകളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരും. നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ അല്ലേ? ഇത് ഞാൻ പറഞ്ഞത് പേപ്പർ 1 ആണ്. നിങ്ങൾക്ക് പേപ്പർ 2 നോക്കിയാൽ പ്രധാനമായിട്ടും ഏകദേശം 9 മൊഡ്യൂളുകൾ പേപ്പർ 2 കാണാൻ പറ്റും. അതിലും 100 മാർക്കാണ്, സെപ്പറേറ്റ് എക്സാം ആണ്. ദെൻ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതായത് എക്സാം എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും കേട്ടോ. താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ഈ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ആ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റും. അപ്പം ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാച്ചിലർ അഡ്മിഷൻ എടുക്കാനാണെങ്കിലും ശരി, ഇവിടെ സെക്കൻഡറി അസിസ്റ്റന്റ് ബാച്ചിനൊക്കെ നമുക്ക് 999 രൂപയാണ് കേട്ടോ. 999 രൂപയ്ക്ക് നമുക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ദെൻ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ദെൻ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ടും പറ്റും.
ഇവിടെ പറയുന്നത് കേട്ടോളൂ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് 10 മാർക്ക്, മൊഡ്യൂൾ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ 12 മാർക്കാണ്, 8 മാർക്കിന് മൊഡ്യൂൾ 4 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, മൊഡ്യൂൾ 5 കേരള എക്കോണമി 15 മാർക്കാണ്, ശ്രദ്ധിച്ചോണം 15 മാർക്കാണ്, മൊഡ്യൂൾ 6 എന്ന് പറഞ്ഞാൽ കേരള മോഡൽ ഡെവലപ്മെന്റ് 15 മാർക്കാണ്, മൊഡ്യൂൾ 7 എൻവയോൺമെന്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട 10 മാർക്ക്, മൊഡ്യൂൾ 8 എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ പറയുന്ന എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഭാഗം തന്നെയാണ് 10 മാർക്ക്. അങ്ങനെ ആകെ അവിടെ നിന്ന് 20 മാർക്കിനുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യാറുണ്ട്, കയറി വരാറുണ്ട്. മൊഡ്യൂൾ 9 ഈ ഗവർണൻസുമായി ബന്ധപ്പെട്ട 10 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 37ാമത്തെ ടോപ്പിക്കായിട്ട് പറയാം, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് പബ്ലിക്, പ്രൈവറ്റ്, നോൺ പ്രോഫിറ്റ് പോലെയുള്ള ഓർഗനൈസേഷനുകളുണ്ട്. ഈ പറയുന്ന ഓർഗനൈസേഷനുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പലതരത്തിലുള്ള ക്ലാസിക്കൽ, ബിഹേവിയറിസ്റ്റിക്കൽ, കണ്ടിജൻസി തിയറീസ് ഉണ്ട്. ആ തിയറീസിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം. ലീഡർഷിപ്പ് തിയറീസും ലീഡർഷിപ്പിന്റെ ടൈപ്സും അതിന്റെ ട്രെയ്റ്റ്സും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. ഈ 3 ടോപ്പിക്കുകൾ ഇവിടെ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. ഓർഗനൈസേഷന്റെ ടൈപ്പ്, തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ദെൻ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ നിന്ന് നോക്കിയിരിക്കേണ്ടതുണ്ട്. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ്. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR എന്ന് പറയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും അതിന്റെ മറ്റ് മാറ്റങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതും എന്താണ്, മാനേജ്മെന്റിൽ നിന്ന് ചോദിക്കാം. അതായത് മാനേജ്മെന്റിന്റെ വിവിധ ഫംഗ്ഷനുകൾ, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, ഇവിടെ നിന്ന് ഒരു ചോദ്യം, ഒന്നിലധികം ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നാലോ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, അറിയാലോ ഇതിന്റെ പ്രാധാന്യം. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗം നിർബന്ധമായി പഠിച്ചിരിക്കണം. ദെൻ യൂണിയൻ എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പോലെയുള്ള ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ. ദെൻ യൂണിയൻ ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട രാജ്യസഭ, ലോക്സഭ പോലെയുള്ള കാര്യങ്ങൾ. അവിടെ തന്നെ ജുഡീഷ്യറി നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജുഡീഷ്യറിയും കവർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ LSGD, 73rd 74th അമെന്റ്മെന്റ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം അറിയാം. ഉറപ്പായിട്ട് മെയിൻസ് എക്സാമിന് വേണ്ടി ഈ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളം ഫോം ചെയ്യുന്ന ആ ഒരു സമയത്തെ കേരളത്തിന്റെ എക്കോണമി എങ്ങനെയാണ്, സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. GSDP എന്ന് പറയാം, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഇത് 1956 മുതൽ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഒരു ടേൺ അറൗണ്ട് ഫേസ് ഉണ്ട്. ആ ടേൺ അറൗണ്ട് ഫേസും തുടർന്ന് ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ, നിലവിലത്തെ കാര്യങ്ങൾ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ചോണം. ഉറപ്പായിട്ടും നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നുണ്ടാകും. എക്കണോമിക് ഗ്രോത്ത്, പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് കയറി വരും. നമ്പേഴ്സ്, ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചുള്ള ചോദ്യങ്ങൾ വരും. ദെൻ അഗ്രികൾച്ചറൽ ക്രോപ്സ്, ലാൻഡ് യൂസ് പാറ്റേൺ, ഇൻഡസ്ട്രി പോലെയുള്ള കാര്യങ്ങൾ. ദെൻ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് 15 മാർക്കുള്ള ചോദ്യമാണ്. പക്ഷെ അത് മുഴുവൻ നിങ്ങൾ പഠിക്കണം. കാരണം എന്താ, അവിടെ നിന്ന് തിയറട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ കേരള മോഡൽ ഡെവലപ്മെന്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം തന്നെയാണത്. ദെൻ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എൻവയോൺമെന്റ് പൊല്യൂഷൻ, അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ്, മറ്റു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ഈ പൊല്യൂഷൻസിന് എതിരെയായിട്ട് കുറെ മൂവ്മെന്റുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ആയിട്ടും നാഷണൽ ആയിട്ടും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നിരവധി മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്. ആ മൂവ്മെന്റുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഓസോൺ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. ഇവിടെ കിടപ്പുണ്ട്. ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളതാണ്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അവിടെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ ആക്ട്, NIDM, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, SDMA, ദെൻ DDMA, ഇതൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്കുകൾ ഇപ്പൊ റെലവൻസി കൂടുതലുമാണ് കേട്ടോ. ഇപ്പോഴത്തെ റെലവന്റ് നേച്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ CA റിലേറ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. ആ രീതിക്ക് കൂടി എന്ത് ചെയ്തോണം, ഈ ഭാഗം നിങ്ങൾ കവർ ചെയ്തോണം. ദെൻ വേരിയസ് ആയിട്ടുള്ള ഗവൺമെന്റൽ ഇനിഷ്യേറ്റീവ്സ്, അല്ലെ, ഇത് കൂടുതലായിട്ടും ഈ ഗവർണൻസുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഈ ഗവർണൻസ് ലാസ്റ്റ് ടോപ്പിക് 9ാമത്തെ മൊഡ്യൂൾ വരുന്ന ഈ ഗവർണൻസ്. അവിടെ നിന്നുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ ഇനിഷ്യേറ്റീവുകൾ, പദ്ധതികൾ, നിരവധി പദ്ധതികൾ പഠിക്കാനുണ്ട് അല്ലെ. പദ്ധതികൾ ചോദിക്കുന്ന ഒരു ശീലം PSCക്ക് കൂടുതലായിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പദ്ധതികൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. IT ആക്ട് 56ാമത്തെ ടോപ്പിക്കായിട്ട് IT ആക്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇത്രയുമാണ് ഞാൻ പറയുന്ന പേപ്പർ 1 പേപ്പർ 2ന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഞാൻ വീണ്ടും ഒരു ഡിസ്ക്ലൈമർ പറയുകയാണ്, ഞാൻ ബാക്കി ടോപ്പിക്കുകൾ പഠിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം, നിർബന്ധമായും പഠിക്കണം. പക്ഷേ ഈ ടോപ്പിക്കുകൾക്ക് കുറച്ച് സ്ട്രെസ് കൊടുത്തോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം പഠിക്കും, അവസാനം
നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ടോപ്പിക്കുകൾ നിങ്ങൾ കയറി എന്ത് ചെയ്യും, ഒരുപാട് അങ്ങ് പഠിക്കും. അങ്ങനെ വരാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അവിടെ നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ കൃത്യമായിട്ടുള്ള എന്താണ്, നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ബാച്ചുകളുണ്ട്. നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 2399 രൂപയുടെ ബാച്ചാണ്. നിങ്ങൾക്ക് 999 രൂപയ്ക്ക് ഈ ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. ദെൻ സബ് ഇൻസ്പെക്ടർ ബാച്ച് ആണെങ്കിലും അതേപോലെ തന്നെ 2399 രൂപയുടെ ബാച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും കേട്ടോ, ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 8281 223366 ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാം. 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. എത്രയും വേഗം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുക. കാരണം ഇനിയും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. SI ആണെങ്കിൽ ഇനിയും വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലും വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. പറ്റുന്ന മാക്സിമം എഫോർട്ട് ഇടുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതിനെല്ലാ സപ്പോർട്ടും സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പം 999 രൂപയ്ക്ക് ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. എത്രയും വേഗം എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. 8281 223366. താങ്ക് യു സോ മച്ച്.